പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എനിക്കുള്ള വചനം ഇന്ന് പകലിൽ പുറപ്പെട്ടു വരേണം. എഴുതപ്പെട്ട വചനമാണ് ലോഗോസ്. എന്നാൽ എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പുറപ്പെടുന്ന ഒരു റീമയായി ദൈവത്തിൻ്റെ വചനം വെളിപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. എനിക്കറിയാം ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ തലമേലിരിക്കും. വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും, ഇന്ന് പകൽ എൻ്റെ വിടുതലിൻ്റെ ദിവസമാണ്. ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇന്ന് പകലിൽ എൻ്റെ മേൽ പകരാൻ ദൈവം മതിയായ ദൈവമായി ഇന്ന് പകൽ ഇവിടെയുണ്ട്. ഗ്ലോറി ഗ്ലോറി. അല്പസമയം ദൈവമക്കൾ കർത്താവിൽ നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് നാളെ ഇവിടെ യോഗമുണ്ടായിരിക്കാം. അടുത്ത ദിവസങ്ങൾ ദൈവം അനുവദിച്ചാൽ രാജ്യത്ത് പലയിടങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചേക്കാം. പക്ഷേ ഇന്ന് എന്നുള്ളിടത്തോളം കാലം ആമേൻ ദൈവത്തിൻ്റെ പ്രവർത്തിക്കായി ഒരുങ്ങേണ്ടതിന് എല്ലാ ദൈവമക്കളും സ്തോത്രം ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇരുട്ടിൻ്റെ സകല അധികാരങ്ങളുടെ മേലും നസറയത്തുകാരനായ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. Glory, glory to God. Praise the Lord. ഇന്ന് അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി എഫെസ്യ ലേഖനം 3:17, കൊലോസ്യ ലേഖനം 2:7 ഈ രണ്ട് വാക്യങ്ങൾ ഒന്ന് വായിച്ച് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി കൈകാര്യം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എഫെസ്യ ലേഖനം 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം പ്രാർത്ഥിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം. അവനിൽ വേരൂന്നി മതി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ധന്യനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ തൻ്റെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു ചിന്ത പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിൽ വേരൂന്നുക. അതുകൊണ്ട് തന്നെയാണ് കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിലും പരിശുദ്ധ വചനത്തിൽ നമ്മൾ കാണുന്നത് വേരൂന്നുക. എന്താണ് വേര് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. വേര് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് മരം കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. മരം കണ്ടിട്ടുള്ളവർ വേര് കാണണമെന്നില്ല, പക്ഷേ ആ മരത്തിനൊരു വേരുണ്ട്. എന്താണ് വേരിൻ്റെ സ്വഭാവം, എന്താണ് വേരിൻ്റെ പ്രത്യേകത എല്ലാം പറയാനായിട്ട് സമയം പോരായെങ്കിലും കഴിയുന്നിടത്തോളം ചില ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് കൈകാര്യം ചെയ്യുകയാണ്. നമുക്കറിയാം ഒരു മരത്തിന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, 3 പ്രധാനപ്പെട്ട വശങ്ങൾ. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന. ആരെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരു ഭംഗിയായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മരം കണ്ടാൽ ആദ്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഇലയും കൊമ്പും ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. അതാണ് തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ സ്വഭാവം. മരമെന്ന് പറയണമെങ്കിൽ അത് പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അവിടെയാണ് ഫലമെല്ലാം ഉണ്ടാകുന്നത്. ഏതെങ്കിലും മരം കഴിച്ചാൽ അവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാവരെയും ഭംഗിയോടെ അതിശയിപ്പിക്കുന്ന, ആകർഷിക്കുന്ന, മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന ഒരു ഭാഗം. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫലപരമായ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ ഞാനിവിടെ വന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വന്നപ്പോൾ എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയൊരു ഭാഗമുണ്ട്. കാട്ടാക്കട സഭയുടെ പാസ്റ്ററാണ് എന്ന് പരിചയപ്പെടുത്തിയ, അവിടെയുള്ള ചുമതലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. എല്ലാവരും കാണുന്ന ഒരു ഭാഗം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി ദൈവസഭയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. അവർ പറയും, പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വശം ഒരാത്മീയനുണ്ടായിരിക്കും. അതാണ് ഈ പ്രധാനപ്പെട്ട അതിൻ്റെ കൊമ്പ്, ഇലകൾ സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ ഭാഗം. എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട അടിയന്തരമായ കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളും ഒരു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവം നട്ട തൈയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ കാണാത്തക്ക നിലയിൽ ഒരു ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും.
ചിലരുണ്ട് ദൈവസഭയിൽ കർത്താവിനെ സ്നേഹിക്കുന്ന, വളരെ പ്രാർത്ഥിക്കുന്ന, താഴ്മയുള്ള ചില ആളുകളുണ്ട്. ദൈവസഭയ്ക്കകത്ത് വലിയ കൊമ്പുള്ള ചില പുള്ളികളുണ്ട്. അവരെ അഭിസംബോധന ചെയ്യാൻ കൊമ്പൊന്നും പറയത്തില്ലെങ്കിലും മറ്റുള്ളവർക്കറിയാം ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഒരു കൊമ്പാണ് അദ്ദേഹം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തേതാണ് ആ മരത്തിൻ്റെ രണ്ടാമത്തെ വശം, അതിൻ്റെ തായ്തടി എന്ന ക്രമത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സാധാരണ ഈ മരത്തിന് അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. ഒരു മരം വാങ്ങാനായിട്ട് പോയാൽ അതിന് എത്ര ഇലയുണ്ടെന്ന് കണ്ടല്ല ആ മരം ആരും വാങ്ങുന്നത്. ആരേലും ഒരു മരം വാങ്ങാൻ പോയി എന്ന് വിചാരിക്കുക, അടുത്ത ദിവസം നിങ്ങൾ വീട് വെക്കുമ്പോൾ ഒരു പ്ലാവിൻ്റെ ആവശ്യം വന്നു. ചെന്ന ഉടനെ ഒരു പ്ലാവ് വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ അതിലെത്ര ചക്കയുണ്ട്, അതിലെത്ര മനോഹരമായ ഇലയുണ്ട് എന്ന് കണ്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആരും ആ മരം വാങ്ങത്തില്ല. മറിച്ച് അതിൻ്റെ തായ്തടി, അതിൻ്റെ കാതലായ വശം, അവിടെയാണ് എഫക്റ്റീവായ വിലയുള്ള ഒരു ഭാഗമെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം. ആമേൻ. ഫലം സ്ഥിതി ചെയ്യുന്ന, അതിൻ്റെ കൊമ്പ് സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗവും, രണ്ട് അതിൻ്റെ തായ്തടി എന്ന് പറയാവുന്ന മനോഹരമായ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ആ മരത്തിന് വാല്യൂ നിശ്ചയിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, മറ്റുള്ളവരെ കാണിക്കുന്നൊരു ഷോ, ഒരു പ്രാർത്ഥനയെന്നോ ആരാധനയെന്നോ സ്തുതിയെന്നോ ചിരിയെന്നോ മഹത്വമെന്നൊക്കെ പറയാവുന്ന ഒരു ഭാഗം നിങ്ങൾക്കുണ്ടെങ്കിൽ, എന്നാൽ രണ്ടാമത്തെ ഒരു വശം നിങ്ങൾക്കുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ വാല്യൂ ഉള്ളവനാക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവകൃപയിൽ വരാത്തവരുടെ മുമ്പിൽ നിന്നെ വാല്യുബിൾ ആക്കുന്ന ഒരു വശം നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, അവിടെയാണ് ആളുകൾ വില പറയുന്നത്, അവിടെയാണ് ആളുകൾക്ക് വേണമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് എന്ന് മറക്കരുത്. മൂന്നാമത്തെ ഒരു വശമുണ്ട്. ഈ മരത്തിനൊരു മൂന്നാമത്തെ വശമുണ്ട്. അത് ആരും കാണാത്തൊരു വശമാണ്. കുറേ കാലത്തിന് മുമ്പ് ഇതിങ്ങനെ മണ്ണിനടിയിലേക്ക് താണ് ചെന്ന ഒരു ആരും കാണാത്ത ഒരു വശം ആ മരത്തിനുണ്ട്. അതാണ് ആ മരത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒരു മരത്തിൻ്റെ ഫണ്ടമെന്റലായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യം അതിൻ്റെ തായ്തടിയോ അതിൻ്റെ ഫലമുള്ള വാക്കുന്ന കൊമ്പുകളോ അല്ല, ആരും കാണാത്ത ചില വേരുകളാണ്. ഇന്ന് പകലിൽ ചുടരബാധനതരി നിന്റെ കുടുംബത്തെ അട്ടിമറിക്കാൻ സാത്താൻ പദ്ധതിയിട്ടപ്പോൾ നീ അറിയാതെ നിന്നെ നിലനിർത്തിയ ഒരു വേര്. ആമേൻ. എത്ര പേർക്ക് രാവിലെ സ്തോത്രം ചെയ്യാൻ കഴിയും? നിന്നെ നിലനിർത്തിയതാണ് വേര്. ആർക്കും കാണാൻ പറ്റാത്തൊരു ഭാഗമാണ്. ഏതെങ്കിലും മരത്തിൻ്റെ വേര് പുറത്ത് കാണുന്നെങ്കിൽ ഓർത്തോ, ആ മരം അപകടത്തിലാണ്. ഏതെങ്കിലും മരത്തിൻ്റെ വേര് പുറത്ത് കാണുന്നെങ്കിൽ ഓർക്കുക, ആ മരം അപകടത്തിലാണ്. ഇന്നു പകലിൽ മറഞ്ഞിരിക്കുന്ന ചില വേരുകളുണ്ട്. എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? ദൈവസഭയ്ക്കകത്ത് അഭിപ്രായം പറയുന്നവനല്ല ദൈവസഭയിലെ കാര്യക്കാരൻ, ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതൽ. നിന്റെ കണ്ണുനീരാണ് നിലനിൽപ്പിന് ആധാരം. എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ കണ്ണുനീരാണ് ചില വിടുതലിന്റെ ആധാരമായിരിക്കുന്നത്, ചില രോഗാത്മാവിനെ വെട്ടുന്നത്. ഈ കമ ആരും കാണാത്തൊരു വശമാണ്. അതിനെ സജീവമാക്കാനാണ് ഈ പ്രാർത്ഥനയിൽ ദൈവാത്മാവ് ഇറങ്ങി വന്നിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിൻ്റെ ഒരു ഭൗതിക അല്ലെങ്കിൽ ഒരു മാനുഷിക വശമാണ് വിശ്വാസി എന്ന വശം. അത് തായ്തടിയുമായിട്ടോ ആ മരത്തിൻ്റെ കൊമ്പുകളുമായിട്ടോ നിങ്ങൾ തലനം ചെയ്തുകൊള്ളൂ. പക്ഷേ ആ വിശ്വാസിയുടെ ആത്മീയ വശമാണ് അവൻ വിശുദ്ധനാണ് എന്ന ഒരു വശം. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ഒരു വിശ്വാസി എന്ന വശത്തെ ബലപ്പെടുത്താനല്ല ഇന്ന് പകൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം എവിടെയുള്ളത്. ആമേൻ. നിന്നിൽ ഒരു വിശുദ്ധനുണ്ട്, നിന്റെ അകത്തൊരു വിശുദ്ധനുണ്ട്. അവനെ ബലപ്പെടുത്തുവാനാണ് ഇന്നു പകലിൽ ഇവിടെ പാട്ടും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഇത് നിന്റെ ആത്മീയ വശത്തെ ബലപ്പെടുത്താനായിരിക്കണം. എത്ര പേർ ആമേൻ പറയുന്നു? കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. കഴിഞ്ഞ 9 വർഷം കൊണ്ട് ആ ദേശത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ട് ഞാൻ ലോകത്ത് എവിടെ പോയാലും ഇതൊന്നും പറയാൻ പോകത്തില്ല. മറിച്ച് ഒരു കാര്യം ഞാൻ സത്യമായിട്ട് പറയും. എന്താണെന്നറിയാമോ? ഇതൊന്നും അല്ല നമ്മളെ നിലനിർത്തുന്ന കാര്യം.
ആമേൻ. ഇതിനൊക്കെ അപ്പുറം ഒരു വേരുണ്ട്. ഈ വേരില്ലാത്തവർ തകർന്നു പോകും. ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് രക്ഷപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കൊച്ചു ഗ്രൂപ്പ് രക്ഷപ്പെടാത്തവരുണ്ട്. നിങ്ങളെല്ലാവരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. അയ്യോ, പേടിക്കണ്ട. രക്ഷപ്പെടാത്ത ഒരു കൊച്ചു ഗ്രൂപ്പുണ്ട് പെന്തിക്കോസിനകത്ത്, അറിയോ? ആമേൻ. അതുകൊണ്ട് ദോഹയെ വന്നതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി. ആമേൻ. രക്ഷപ്പെടാത്തൊരു ഗ്രൂപ്പുണ്ട്. അവിടെ രക്ഷപ്പെടാനാണ് പെന്തിക്കോസി വന്നത്, അല്ലയോ? കേരളത്തിൽ എത്ര വലയിട്ടിട്ടും പിടിക്കാത്ത പല പുള്ളികളെയും സൗദിയിലും ദോഹയിലും അവിടെ ഇവിടെ ദൈവം ചൂണ്ടയിട്ട് പിടിച്ചു. ഒരാമയും പറയാമോ? ഞാൻ ഈ സമീപകാലത്ത് വേറൊരു രാജ്യത്ത് നിന്ന് പ്രസംഗിക്കാനായിട്ട്, ഒത്തിരി ദൈവാസന്മാരുള്ളൊരു സഭയാണ്, പ്രസംഗിക്കാനായിട്ട് ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് സാക്ഷ്യ സമയത്ത് ഒരു സഹോദരൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. വളരെ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു പാസ്റ്ററുമായിട്ട് എനിക്കിന്ന് കർത്താവിനെ ആരാധിക്കാൻ ലഭിച്ച അവസരം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒത്തിരി പാസ്റ്റർമാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവരിൽ ആരെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പാസ്റ്ററായിരിക്കുമെന്ന്. ആമേൻ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്നെ അറിയൂ? യോഗ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്നെ അറിയൂ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. 10-20 വർഷത്തിന് ശേഷം ഇദ്ദേഹത്തെ ഞാൻ കാണുക. എന്നോട് ചോദിച്ചു, ആമേൻ, ഇന്ന സഭയിൽ പാസ്റ്റർ കുറച്ച് നാൾ ശേഷം. ഞാൻ ഉണ്ട് അവിടെ ഒരു ആമേൻ ഫാമ എന്ന് പറയുന്ന ഒരു ആൻറ്റിയെ കണ്ടു. ഞാൻ പറഞ്ഞു, കണ്ടോണ്ട് അവർക്ക് എത്ര മക്കൾ? ഞാൻ പറഞ്ഞു 3 മക്കളാണ്. 2 പേര് പോലീസുകാർ, ഒരുത്തനുണ്ട് ഹരി. അവന് എനിക്ക് പണ്ട് ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. അവന് കോമള രൂപിയായ സുന്ദര ചെറുക്കന. അവൻ അന്ന് ഈ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. സ്വോത്ര. ഈ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് യോഗത്തിന് പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ വിളിക്കും. 3 മക്കൾ ഇല്ലാത്ത സമയത്ത് വിളിക്കത്തുള്ളൂ. കാരണം യുവമാരെ പോലെ ലോകത്തിൽ ക്രൂരന്മാരായ ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. 2 പോലീസുകാരാണ്. അതൊരു ഒരുത്തൻ IG-യുടെ വണ്ടി ഓടിക്കുന്നവനെങ്കിലും കൂടുതൽ ആളുകളെ ഇട്ട് ഓടിച്ചിട്ട് പിടിക്കുന്നവനാ. അങ്ങനെ ഉള്ള ഒരുത്തനാ. ഏറ്റവും ഇളയവനാണ് ഏറ്റവും വലിയ ദുഷ്ടൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു പ്രാവശ്യം ഒരു യോഗത്തിന് ഒരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ അമ്മ എന്നോട് നേരത്തെ പറഞ്ഞു, പാസ്റ്റർ ഇന്ന് ഹരി അവിടെ ഇല്ല, പാസ്റ്ററെ കൊണ്ട് എങ്ങനെയും അവിടെ ഒന്ന് വരണമെന്ന്. അങ്ങനെ നിർഭാഗ്യവശാലാണോ ഭാഗ്യവശാലാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചെല്ലുമ്പോൾ അവൻ അവിടെ ഉണ്ട്. എന്നെയും ആ ഗസ്റ്റ് പാസ്റ്റർ അവൻ വീട്ടിൽ കയറ്റിയില്ല. എന്നെ പറയാവുന്ന ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകിയ എല്ലാ തെറിയും എന്നെ വിളിച്ചു. സ്തോത്രം. ഞാനന്നൊരു 19 വയസ്സുകാരനാണ്. ആലോചിച്ച് നോക്കണം. 19 വയസ്സുകാരൻ പറയാ, ഇവൻ വയറിന് വേണ്ടി നടക്കാണ്. സ്തോത്രം ചെയ്യുന്നു. ഞാനന്ന് കൊതുമ്പ് മാതിരിയായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഉപവസിച്ച് ഒരു പണിയായിരിക്കുന്ന സമയമാണ്. ഇവൻ ഇങ്ങനെ പറഞ്ഞേച്ച് ആമേൻ. അവിടുത്തെ എൻ്റെ കൂടെ ഉള്ള ഒരു പാസ്റ്റർ, സീനിയർ പാസ്റ്റർ, എനിക്ക് എൻ്റെ ഇങ്ങനെ മനസ്സിന് വിഷമം തോന്നി. ഇവൻ എന്നെ ആ വീട്ടിൽ കയറ്റിയില്ലെന്ന് മാത്രമല്ല തിരിച്ചിറക്കി വരുമ്പോഴത്തേക്ക് തൊട്ടടുത്തൊരു തോടുണ്ട്. ഞാൻ മുഖം കഴിയപ്പോൾ മറ്റേ പാസ്റ്റർ എന്നെ നോക്കി പറഞ്ഞു, മോനെ ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ട് കാര്യമാണ്. സുവിശേഷവേലി ഇയാൾ ആദ്യമായിട്ട് വന്നില്ലയോ, ഇതൊക്കെ ആരംഭമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആരംഭമാണെങ്കിൽ പിന്നെ ഇനി മുമ്പോട്ടുള്ള കാര്യം പറയണ്ടല്ലോ. ഞാൻ കരഞ്ഞ എൻ്റെ കണ്ണുനീർ പുറത്ത് കാണാതിരിക്കാൻ മുഖവും തുടച്ചേച്ച് ഞാൻ വരുന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ആ വീട്ടിൽ പോകത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇതെന്നെ ഭാരപ്പെടുത്തി. ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി വേറെ സഭയിൽ പോയി. വർഷം 20 കഴിഞ്ഞിട്ട് വേറെ രാജ്യത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവൻ ചാടി എഴുന്നേറ്റ് പറയും, ഞാനാണ് ഹരിയെന്ന്. ആമേൻ. അവൻ അന്നും സുന്ദരനാ, ഇന്നും സുന്ദരനാ, നല്ല കോമള രൂപയായ ഇറങ്ങനാ. ഞാൻ ചോദിച്ചു, ഹരിയേ നിനക്കെന്നടാ ഇങ്ങനെ കർത്താവ് വിടുവിച്ചോ? അവൻ എന്നോട് പറയുകയാണ്, ആമേൻ, ഞാൻ ഈ രാജ്യത്ത് വന്നു, ഏറ്റവും മനോഹരമായ ജോലി, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ, ഒരു ദിവസം ആമേൻ ലക്ഷക്കണക്കിന് രൂപയുടെ കടക്കാരനായി. ഒരു വാഹന അപകടത്തിൽ എൻ്റെ 2 കാലും ഒടിഞ്ഞ് ആമേൻ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ ഉൾമുറിയിലിരിക്കും കിടക്കുമ്പോൾ ഒരു നേഴ്സിനോട് സുവിശേഷം പറഞ്ഞ് യേശുവിനെ അറിയാൻ ഭാഗ്യം കിട്ടി. അന്ന് എനിക്ക് മനസ്സിലായി, അവിടെ IPC-കാരുടെയും ചർച്ച ബോർഡുകാരുടെയും അവരുടെ ഇവിടെയും വല പൊട്ടിച്ചവന്മാരെല്ലാം ഇവിടെ വന്ന് ചൂണ്ടേ കയറിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ, ഇവിടെ രക്ഷയ്ക്കുള്ള ഇടമായി ഞാൻ കാണുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. എത്ര പേര് കർത്താവിനെ സ്തുതിക്കുന്നുണ്ട്? ഗൗരവമായൊരു കാര്യം ഞാൻ പറയാം. ഇനി 2 തരത്തിലുള്ള വേരുകളുണ്ട്. എല്ലാവരും പഠിച്ചോണം. ഇവിടെ നിങ്ങളെ വിവേചിക്കാനായിട്ട് അധികം സമയം വേണ്ട. ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ തലമേലിരിക്കും. ദൂത് പറയുമ്പോൾ ദൈവത്തിൻ്റെ കൈ നിങ്ങളുടെ തലമേലിരിക്കും. എത്ര പേര് ആമേൻ പറയുന്നു? സന്തോഷമുള്ള ദൈവമക്കളൊന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. 2 തരം വേരുകളുണ്ട്. ഒന്നാമത്തെ വേര് ദൈവികമല്ലാത്ത ചില വേരുകളുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവത്തിന് സ്തോത്രം. ദൈവികമല്ലാത്ത വേര്. യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 16-ാമത്തെ വാക്യം. അവന്റെ വേര് ഉണങ്ങിപ്പോകുന്നു.
ശ്രദ്ധിക്ക്, ഒന്നാമത്തെ വേരിന്റെ പേരാണ് ഉണങ്ങിയ വേര്. എന്തുകൊണ്ട് വേരുണങ്ങി? ദൈവത്തിന്റെ വചനം പറയുന്നു അതിന്റെ പ്രത്യക്ഷമായ അടയാളം അതേ വാക്യത്തിൽ തന്നെ ആത്മാവ് പറയുന്നു, മീതെ അവന്റെ കൊമ്പ് എന്ത് ചെയ്തു? വാടിപ്പോയി. ഇന്ന് പകലിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട 2020 വിലപ്പെട്ട പകലിൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ കൊമ്പ് വാടിങ്കിൽ ഓർത്തോ, നിന്റെ അകത്ത് വേരുണങ്ങാൻ തുടങ്ങി. സ്വോത്ര പ്രാർത്ഥനയിൽ വാടാൻ തുടങ്ങി, വിശുദ്ധ ജീവിതത്തിൽ വാടാൻ തുടങ്ങി, ഫലം പ്രാപിക്കേണ്ട വിഷയത്തിൽ വാടാൻ തുടങ്ങി. വാടിയ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ മറക്കരുത്, വേരുണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യുന്നതനോട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന പകലാകട്ടെ, കർത്താവേ എൻ്റെ കൊമ്പ് എവിടെയോ വാടാൻ തുടങ്ങി, ഇന്ന് പകല വാട്ടം മാറ്റാൻ ഒരു അഭിഷേകം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവ പൈതലാണോ നിങ്ങൾ? വാട്ടം മാറ്റുന്നവൻ. വാടിപ്പോയ ചില വിഷയങ്ങളുടെ മുമ്പിൽ വാടിപ്പോയവർ, ചില വാക്കിന്റെ മുമ്പിൽ വാടിപ്പോയവർ, ചില ചിന്താഗതിയുടെ മുമ്പിൽ വാടിപ്പോയ ചിലതിനെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഉയരത്തിലെ ശക്തിയാല് നിന്റെ ഉണക്കിയ അവസ്ഥയെ മാറ്റാൻ ദൈവം വിശ്വസ്തനാണ്. ഉറപ്പുള്ള ദൈവമക്കൾ സ്തുതിക്കട്ടെ രാവിലെ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ വേരിന്റെ പേരാണ് ഉണങ്ങിയ വേര്, ദൈവികമല്ലാത്തത്. രണ്ടാമത്തത് യോബിന്റെ പുസ്തകം തന്നെ 8-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കി. സ്തോത്രം. പിണയുന്നു. ശ്രദ്ധിക്കുക, വേര് എവിടെ പിണയുന്നു? ദൈവം നട്ടതെന്തിനാണെന്നറിയാമോ? ആഴത്തിലെത്തി ചില ദൈവിക വ്യവസ്ഥ ഏറ്റെടുത്ത് ഈ മരത്തെ ഫലപ്രദമായ മരമായി നിർത്താനാണ് ഒരു ആരും അറിയാത്തൊരു വേര് ദൈവം തന്നത്. പക്ഷെ ഇപ്പൊ ഈ വേരെന്തായാലും തുടങ്ങി, പിണയാൻ തുടങ്ങി. എവിടെ കയറി പിണയുന്നു? കൽക്കുന്നിൽ. അവിശ്വാസികളോട് ഇണയില്ല പിണ കയറി. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ, പിണയാനല്ല ദൈവം എന്നെ വിളിച്ചത്. ആവശ്യമില്ലാത്ത ഇടപാടുകൾക്ക് അവസാനം കുറിച്ചോ. കാരണം കൽക്കുന്നിൽ പിടയാനല്ല വിളിച്ചത്, ആഴത്തിൽ ഇറങ്ങാനാ വിളിച്ചത്. ഗ്ലോറി 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 ഗ്ലോറി. ഏതെങ്കിലും പ്രശ്നം വന്നാൽ 100 ടെലിഫോൺ നമ്പർ നിന്റെ ബുക്കിലുണ്ട്. അതിൽ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. പിണയുന്ന വേറല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് സ്വർഗീയമായ ഒരവസ്ഥയാണ്. പ്രൈസ് ഗോഡ്. പിണയുന്ന വേരിനെ കുറിച്ച് ധാരാളം പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ചില സഭയ്ക്കകത്തുണ്ട്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, ചില സഭയ്ക്കകത്ത് ചിലർ നല്ല കൂട്ടത്തിലാണ്. എന്താണെന്നറിയാമോ? വേദോസം വായിക്കാത്ത ഒരു കൂട്ടത്തിൽ കയറും, പ്രാർത്ഥിക്കാത്ത കുറേ ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം ഒരു ഗ്രൂപ്പിൽ കയറും. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഭർത്താക്കന്മാരെ അനുസരിക്കാത്തവരുണ്ടോ, അവരൊരു ഗ്രൂപ്പിലായിരിക്കും. എന്താണെന്നറിയാം? കൽക്കുന്നിൽ പിടയുന്ന പേര്. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തെ സ്തുതിക്കാമോ? പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് നിൽക്കും. ദൈവകൃപയിൽ ശരണപ്പെടുന്നവർ ഒരു രോഗം വന്നാൽ പറയേ സാരമില്ല, പ്രാർത്ഥിക്കുന്ന ദൈവജനം ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കും. ചിലണ്ട് കൽക്കുന്നി പിണയുന്നൊരു പേരിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴയ പെന്തിക്കോസ് ഉണ്ടായിരുന്നു. സ്വത്രം പറയാവോ? ഇന്നത്തെ പെന്തിക്കോസ് എന്ന് പറയുന്ന മോഡേന എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ടായപ്പോൾ ദൈവം ഇറങ്ങിപ്പോയി ചിലയിടത്തു നിന്നൊക്കെ. എന്നാ പണ്ട് ഒരു രോഗം വന്ന്, അന്നും ക്യാൻസറും ഉണ്ട്, അറ്റാക്കും ഉണ്ട്. ഇതൊന്നും അന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ക്യാൻസറും ഉണ്ട്, രോഗവും എല്ലാ സംഭവങ്ങൾ അന്നും ഉണ്ട്. വേദോസം എഴുതിയ കാലത്ത് വരെ പറയുന്ന അർബുദം ഉണ്ടെന്നാ പറഞ്ഞേ. അതിൻ്റെ അർത്ഥം അന്ന് ഇതുണ്ടെന്നാ. എന്നാൽ അന്നൊന്നും നമ്മുടെ ആളുകളിൽ അധികം പേര് അങ്ങനെ ഈ രോഗത്തിലൊന്നും മരിക്കത്തില്ല. കാര്യം എന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ദൈവജന കൂട്ടം ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചവരെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം പറയാവോ? എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? മുഴങ്കാൽ മടക്കുന്ന സഹോദരിമാർ, മുഴങ്കാൽ മടക്കുന്ന സഹോദരന്മാർ, അവർ ആ രോഗിക്ക് ചുറ്റും മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കും. രോഗി അത്ഭുതകരമായി സൗഖ്യമാകുന്ന ഒരു പഴയ രീതി. എന്നാ ഇന്നും പ്രാർത്ഥിക്കാൻ പോകത്തില്ല. ഉണ്ട്. ഞാനൊരു നാട്ടിൻപുറത്തുകാരനാ, ഇന്നും പോവും കേട്ടോ. എങ്ങനെയാണെന്നറിയാമോ? 5 പേര് പണ്ടും പോവും, ഇന്നും പോവും. ഇന്ന് പോയിട്ട് പറയുന്നതെന്നറിയാം, കിംസിലൊരു ഡോക്ടറുണ്ട്, നല്ല ഡോക്ടറാന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെ ആൾ പ്രാർത്ഥിക്കാൻ പോയ പുള്ളിയാ പറയുന്നത്, കിംസിൽ ആരുണ്ടെന്ന്. ആമേ, കിംസിൽ ഒരു ഡോക്ടർ ഉണ്ടെന്ന് ഒന്നാമത്തെ ആൾ പറയുമ്പോൾ രണ്ടാമത്തെ ആൾ പറയും, അയ്യോ കിംസിൽ പോകല്ലേ, അങ്ങനെ പോയാൽ എവിടെയാ പോകാമെന്നറിയാമോ? ആമേ, ശ്രീചിത്രയിലെ
പോകാവൂ. അപ്പം രണ്ടാമത്തെ ആളായി. മൂന്നാമത്തെ ആൾ പറഞ്ഞു, അയ്യോ ശ്രീചിത്രയെ പോലെ പോയവരെല്ലാം ചത്ത വന്നിട്ടുള്ളത്, അഥവാ പോകുന്നെങ്കിൽ അമൃതയിലേ പോകാമെന്ന് പറയും. മൂന്നാമത്തെ ആളിൻ്റെ പ്രാർത്ഥന കേട്ടോ, അമൃതയിലേക്കുള്ള വഴി തുറക്കുക. നാലാമത്തെ ആൾ പറയുകയാണ്, അയ്യോ ഇവിടെങ്ങും പോവല്ലേ, പറ്റിയാൽ മെഡിക്കൽ കോളേജിൽ തന്നെ പോകണം. അഞ്ചാമത്തെ ആൾ പറയുന്നു, എന്നാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. ആറാമത്തെ ദിവസം രോഗി ഫ്ലാറ്റായി, കഞ്ഞി ഉറപ്പായി. കരിവന്താ വേര് കൽക്കുന്നിൽ പിടയുകയാണ്. അതിങ്ങനെ പിണഞ്ഞ് 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 കിടക്കുകയാണ്. ഇന്ന് രാവിലെ ആവശ്യമില്ലാത്ത സകല ലിങ്കുകളും, വാട്സപ്പ് ലിങ്കുകളും, ഫേസ്ബുക്ക് ലിങ്കുകളും, പിണഞ്ഞ് കിടക്കുന്ന സകല വേരുകളും ഇന്ന് പകൽ അധികാരമുള്ള ദൈവത്തിന്റെ ആത്മാവ് ഈ രാവിലെ ഹോളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കോ. പിണയുന്ന വേരല്ല, ദൈവജനത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ദൈവദത്തമല്ലാത്ത മൂന്നാമത്തെ പേര് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റൊരാൾ എബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് എടുത്തു വെക്കണം. മറ്റൊരാൾ യൂദായുടെ ലേഖനം 12-ാമത്തെ വാക്യം. ആമേൻ. എല്ലാം പറയാൻ സമയം പോരെങ്കിൽ ഞാൻ വേഗത്തിൽ ആ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു വിടുന്നു. യെഹെസ്കേൽ പ്രവാചകൻ പുസ്തകം 17-6 സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? തീർന്നു. അടുത്ത്, അവന്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതിനും. ഹല്ലേലൂയ. മൂന്നാമത്തെ പേരാണ് കീഴ്പ്പെടാത്ത പേര്. ഒരു നല്ല സ്തോത്രം പറയാവോ? ഒരു നല്ല പെർഫെക്റ്റ് ബിലീവറിന്റെ, വിശ്വാസിയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു നല്ല സഭയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. ഒരു സ്തോത്രം പറയാവോ? ഒരു ശുശ്രൂഷകന് കീഴ്പ്പെട്ടിരിക്കും. ഒരു നല്ല സഹോദരിയുടെ ഭംഗി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിനകത്ത് കീഴ്പ്പെട്ടിരിക്കും. ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കും. മക്കൾ, നല്ല മക്കളുണ്ട്, നല്ല മക്കളുടെ ക്വാളിറ്റി മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കും. എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? കീഴ്പ്പെടാത്തവരെ കീഴ്പ്പെടുത്താൻ പ്രവാചകന്മാരുടെ അധരത്തിന് കഴിയാതെ പോകുന്നു. കീഴ്പ്പെടുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നാട്ടിൽ വന്നിട്ട് ദൈവത്തിനും വചനത്തിനും കീഴ്പ്പെടുന്നവരുണ്ടോ? ഇന്ന് പകൽ നിനക്ക് ജയം വെളിപ്പെടുക തന്നെ ചെയ്യൂ. കീഴ്പ്പെടാത്ത പേര് ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. കീഴ്പ്പെടുന്ന പേരാ ദൈവത്തിന് വേണ്ടി. അതാണ് കീഴ്പ്പെടാത്ത പേര്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, 12-15 പറയുന്നത് കയ്പായ വേരെന്നാണ്. കയ്പായ പേര്. സ്തോത്രം പറയാവോ? കയ്പായ പേര്. ഈ കയ്പിന്റെ സ്വഭാവം എന്നാന്ന് ചോദിച്ചാൽ അനേകരെ ഈ വേര് മലിമസമാക്കും എന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, മലിനമായ വേര്, കയ്പായ വേര്. സ്തോത്രം പറയാമോ? അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്ന ആ ഭർത്താക്കന്മാരോട് പറയുന്നു, സ്ത്രീ ഭാര്യമാരോട് കയ്പായിരിക്കരുത്. കയ്പ്. ചിലർ സ്തോത്രം പറയാവോ, പ്രാർത്ഥിക്കുമ്പോഴും കയ്പകത്തുണ്ട്. രാമയം പറയാവോ? ഹല്ലേലൂയ. കയ്പ്. എത്ര പേരിന്ന് രാവിലെ പറയുന്നു, ഒരു കയ്പ് എൻ്റെ ഉള്ളിലുണ്ട്, എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ഈ കയ്പായ വേര് മുറിച്ചു കളയാൻ ദൈവത്തോട് സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഈ പകൽ ഇതിനകത്തുണ്ട്. കയ്പായ വേര്. അഞ്ചാമത്തെ പേരിൻ്റെ പേരാണ് യൂദായുടെ ലേഖനം 12-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, തായ്തടിയിൽ നിന്ന് അറ്റുപോയ വേര്. അറ്റുപോയ വേര്. രാജാതി രാജാവിൽ നിന്ന് അറ്റുപോയ വേര്. ഇതാണ് ദൈവികമല്ലാത്ത ചില വേരുകളെ ഞാൻ പരിചയപ്പെടുത്തി. ഇനി ദൈവികമായ ചില വേരുകളുണ്ട്. അതാണ് എൻ്റെ മെസ്സേജിൻ്റെ പ്രധാന ഭാഗമെങ്കിലും ഞാൻ അധികം കാര്യങ്ങൾ അതുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവികമായ ചില വേരുണ്ട്. ചങ്കെ കൈവച്ചുകൊണ്ട് പറയാവോ, കർത്താവേ, ഇന്ന് പകലിൽ ദൈവികമായ ഒരു വേരായി എനിക്കിന്ന് പകലിൽ ഒരു ദൈവ സ്വഭാവം വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്? ഒന്ന് സ്തോത്രം ചെയ്യാവോ? കരപിടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അല്പസമയം ദൈവത്തെ സ്തുതിക്കാമോ? ഇന്ന് പകലിൽ ആമേൻ, ഒരു നല്ല വേരായി തീരാൻ ഇന്ന് പകൽ എന്നെ ഒരുക്കണമേ.
ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ആമേൻ. ഈ പ്രാർത്ഥിക്കുമ്പോഴും ഓർക്കണം, ആ തായ്തടിയിൽ വലിയ പോരായ്മ നിങ്ങൾക്കുണ്ട്, അത് കണ്ടാൽ അറിയാൻ പറ്റൂ. ആമേൻ. വലിയ ഫലമൊന്നും അതിനകത്ത് കാണുന്നില്ല, ചില ഇലയൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതും സത്യമായിരിക്കാം. പക്ഷെ വേര് സ്ട്രോങ് ആണെങ്കിൽ ആ മരമൊന്ന് പുനർജീവിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, ചില കുടുംബങ്ങളെ ദൈവം പുനർജീവിപ്പിക്കുന്ന, ചില ശുശ്രൂഷകളെ ദൈവം ഉദ്യമിപ്പിക്കുന്ന ഒരു അഭിഷേകം ഈ രാവിലെ ഇതിനകത്ത് വെളിപ്പെടുകയാണ്. എത്ര പേർക്ക് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്യാൻ കഴിയും? ഇന്ന് പകൽ എന്നെ ഉദ്യമിപ്പിക്കുന്ന, ആമേൻ, ദാനിൽ വെച്ച് ആമേൻ ദൈവത്തിന്റെ ദാസനായ ഹല്ലേലൂയ ശിംശോനെ ഉദ്യമിപ്പിച്ചതുപോലെ ഇന്ന് പകൽ എന്നെ ഉദ്യമിപ്പിക്കുന്നവരായി തീരാൻ. Praise God. ആമേൻ. യോബിന്റെ പുസ്തകം തന്നെ 29-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. എന്റെ വേര് വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു, മതി കൊമ്പിൽ മഞ്ഞ് രാപാർക്കുന്നു, വെള്ളം തേടി ഒരു വേരെന്ത് ചെയ്യുന്നു? പോകുന്നു. ഒരു സ്തോത്രം ചെയ്യാമോ? ഇന്ന് പകലിൽ എവിടെയോ ചില വെള്ളം കിടപ്പുണ്ട്, ഏതോ അടിത്തട്ടി ചില ദൈവിക നന്മ കിടപ്പുണ്ട്. എന്നാൽ അത് തേടി പോകുന്ന ഒരു പേരായി തീരാൻ, ചില ലേബർ ക്യാമ്പുകളിൽ തകർന്നു കിടക്കുന്ന ചില മേഖലകളിലെ തേടി പോകുന്ന പേര്. എല്ലാവരും സ്തോത്രം ചെയ്തു. ഇന്ന് പകൽ നിന്റെ കമ്പനിയിൽ നിനക്ക് വേണ്ടി വെള്ളം എവിടെയോ കിടപ്പുണ്ട്. പക്ഷെ പ്രോബ്ലം വെള്ളത്തിനല്ല, ആമേ, വേര് തേടി പോകാൻ പറ്റുന്നില്ല. ആത്മാവ് വെളിപ്പാടിൽ ശുശ്രൂഷിക്കാൻ എന്നോട് പറയുന്നത് കൊണ്ട് ഞാൻ ആ വെളിപ്പാടിന്റെ ഭാഗത്തേക്ക് ഇറങ്ങുകയാ. ഒരു വേരിങ്ങനെ പതുക്കെ പതുക്കെ വെള്ളം തേടി പോകുകയാ. പോകുന്നതിനിടയിൽ വലിയൊരു പാറ ഇരിക്കുകയാ. ഈ വേര് അത്യുന്നതനോട് ചോദിക്കുന്നു, ഇനി എന്ത്? ഇനി ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ? ഇനി എന്താ കർത്താവേ അടുത്ത നെക്സ്റ്റ് പ്രോബ്ലം, നെക്സ്റ്റ് ചാപ്റ്റർ എവിടാ തുടങ്ങാൻ എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് രാവിലെ സ്വർഗം പറയുന്നത്, പാറയ്ക്ക് മാറ്റമില്ലെങ്കിൽ വേരിന് ശക്തി ഞാൻ തരാം. ആ പാറയെ കീറുകയാണ്, അതിനകത്തേക്ക് വേരിറങ്ങിയിട്ടോ അധികാരമുള്ള നാമത്തിൽ ചില വെല്ലുവിളികളെ സ്വർഗം തൊടുകയാണ്. രക്തം ജയം, രക്തം ജയം. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. നിന്റെ തലമുറയെ മുന്നോട്ട് വിടാതെ, നിന്റെ കുടുംബത്തെ മുന്നോട്ട് വിടാതെ അവയെ വ്യാപരിക്കുന്ന ചില വെല്ലുവിളികളെ ഇന്ന് പകൽ അത് ഉടയ്ക്കുകയാണ് സ്വർഗം. അത് പാറയെ കീറിയിറങ്ങുകയാണ്. എന്താ കാര്യമെന്നറിയാവോ? അത് ദൈവിക വേരാണ്. സ്തോത്ര. കാരണം ഈ മരം നിൽക്കണമെങ്കിൽ ഈ വേര്, ആമേൻ, ഊർജം സമ്പാദിച്ചേ പറ്റത്തുള്ളൂ. ഈ മരത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിലനിൽപ്പിന് വേരിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആരാധിക്കാൻ ഏൽപ്പിച്ചവൻ ആരാധിച്ചുകൊണ്ടിരിക്കുക, സ്തുതിച്ചുവാൻ ഏൽപ്പിച്ചവൻ സ്തുതിച്ചുകൊണ്ടിരിക്കുക. പാറയെ പുലർക്കാൻ ശക്തനായവൻ ഇന്നു പകൽ വെല്ലുവിളിയുടെ മേൽ ജയം തരാൻ പ്രാപ്തനായ ഒരുവൻ ആകാശം കീറി ഈ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് രാവിലെ ഞാനൊരു കാര്യം പറയാം. ദൈവം ചിലതിനെ വ്യത്യസ്തമായിട്ടാണ് ഇടപെടുന്നത്. ഒറ്റ കാര്യം ഞാൻ ചേർത്ത് പറയട്ടെ. എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സ്നേഹിക്കുന്നതിൻ്റെ മകൻ ഇസഹാക്കിനെ കൊണ്ട് എനിക്ക് വേണ്ടി യാഗം കഴിക്കണമെന്ന്. അബ്രഹാമിന് രണ്ടാമതൊന്ന് 3 ദിവസം ഉപവാസമൊക്കെ പ്രാർത്ഥനയൊക്കെ വെച്ചിട്ട്, കർത്താവെ അങ്ങനെ വല്ലതും പറഞ്ഞത് ശരിയാണോ, ഇനി എനിക്ക് തോന്നിയതാണോ, എൻ്റെ ഫീലിംഗ് ആണോ എന്നൊക്കെ ചോദിച്ചു. അതിനൊന്നും ഇയാൾ നിന്നില്ല. വയസ്സായനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമിന് അറിയായിരുന്നു, ദൈവത്തിന് സ്തോത്രം, ആ ചണ്ടിക്കുമ്പാരത്തെ ചാരത്തിൽ നിന്ന് എൻ്റെ മോനെയും വിളിച്ചുകൊണ്ട് ഞാനിഞ്ഞ് പോരും. ഇതായിരുന്നു അബ്രഹാമിൻ്റെ വിശ്വാസം. അവിടെ ചെന്ന് സംഗതിയെല്ലാം റെഡി ആയപ്പോഴത്തേക്ക് ദൈവം അടുത്ത് പറയുക, ബാലിൻ്റെ മേ എന്തു ചെയ്യരുത്, കൈവെക്കല്ലെന്ന്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ കൊച്ചിനെ തൊട്ടുപോലെന്ന് അല്ലയോ? ബാലൻ്റെ മേ കൈവെക്കല, അതൊക്കെ ഒരു എന്തോ പറയുക വേദോസ്തത്തിൻ്റെ ലാംഗ്വേജ്. നിങ്ങളുടെ ലാംഗ്വേജിലൊന്ന് പറഞ്ഞു നോക്ക്, കൊച്ചിനെ
തൊട്ടുപോലെ എന്നാ ഞാൻ 3 ദിവസത്തിന് മുമ്പേ ദൈവത്തിന് അത് പറയത്തില്ലായിരുന്നോ? ദൈവത്തിന് അറിയേണ്ടത് ഈ കൊച്ചിനേക്കാൾ എന്നോടുള്ള സ്നേഹത്തിന്റെ വലിപ്പം എനിക്കറിയണോ? അതറിഞ്ഞ നിമിഷം സ്വർഗം പറഞ്ഞു, ഈ കൊച്ചു നിന്റെതല്ലടാ, എന്റേതാണ്. ഇന്നു പകൽ നിന്റെ വിഷയം ദൈവത്തിന്റെ വിഷയമാകണമെങ്കിൽ നിന്റെ വിഷയത്തെക്കാൾ സ്നേഹം നിന്റെ ദൈവത്തോടുണ്ടാകണം. ഗ്ലോറി 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 ഗ്ലോറി. വെള്ളം തേടി പോകുന്നവര് ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, ചില കമ്പനിയിൽ വർഷങ്ങളായി കിടക്കുന്ന പ്രോബ്ലം ഇന്ന് പകൽ സ്വർഗം പരിഹരിക്കുകയാണ്. മാസങ്ങളായി ശമ്പളം കിട്ടാത്ത ചില ജീവിതങ്ങൾ ഇന്ന് പകൽ ജയം പ്രാപിക്കുകയോ. അധികാരമുള്ള നാമത്തിൽ ജയം. ദൈവാത്മാവ് ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയോ. വെള്ളം തേടി പോകുന്നവര് എത്ര പേര് വിശ്വസിക്കുന്നു? വെള്ളമുണ്ട്, എവിടെയാ കിടപ്പുണ്ട്? നിന്നെ നട്ടപ്പഴേ ദൈവത്തിന് അറിയാമെന്ന്. ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഞാൻ ഈ വേരിനെ അവിടെ എത്തിക്കും. ദൈവമാ പറഞ്ഞിറക്കിയെങ്കിൽ ദൈവത്തിന്റെ വിശ്വാസത വെളിപ്പെടുകയാണ്. ഈ മരുഭൂമിയിൽ ദൈവത്തിന്റെ കര ചലിക്കുകയാണ്. നീ വെറും കൈയോറ. ദൈവാത്മാ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചു. ചിലർ വെറും കൈയോടെ ഇവിടുന്ന് പോകേണ്ടതിന് സാത്താനിട്ടൊരു പദ്ധതി ഇന്ന് രാവിലെ സ്വർഗം പൊളിക്കുകയോ. ശുശ്രൂഷയുടെ ഒരു വ്യത്യസ്തമായ തലം. സ്വർഗം നിന്റെ മേൽ കൈവേറുന്ന പകല. അല്പസമയം ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. അധികാരമുള്ളവന്റെ നാമത്തിൽ ജയം ജയം ജയം. സ്തോത്രം. വെള്ളം തേടി പോകുന്നവര് അവന് വിശ്രമത്തിന് സമയമില്ല. അവൻ പറയാ, കർത്താവേ പോരാട്ടമുണ്ട്. സ്വർഗം പറഞ്ഞു, ബലം നിന്നൊക്കെ ഞാൻ തരും. വേരിന് ബലം കിട്ടിയാൽ പാറയെ കീറിയിട്ടുള്ള വേരുകളെ എനിക്കറിയാം. എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? വലിയ പാറകളെ കാലങ്ങൾ കഴിഞ്ഞ് അത് കിടുകിട കീറിയിട്ടുള്ളതിന്റെ ശക്തി എന്താണെന്നറിയാവോ? ആമേ, വലിയ ബോംബ് സ്ഫോടനമല്ലോ. ആമേ, നിസ്സാരമെന്ന് ലോകം പറഞ്ഞ വേരാ ഇത് ചെയ്തത്. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ആ വേരിനത് ചെയ്യാൻ കഴിഞ്ഞു. നിനക്കത് സാധിക്കും, നിനക്കത് കഴിയും, നിനക്കത് കഴിയുമെന്ന്. എന്താ സാധിക്കുന്നത്? ഐ ക്യാൻ ഡു. എനിക്കത് കഴിയും. എന്തുകൊണ്ട്? യേശു ക്രിസ്തു നിമിത്തം. സ്തോത്രം. രണ്ടാമത്തെ പേര് ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകൻ 31:7 പറയുന്നു, വെള്ളത്തിനരികെയുള്ള വേര്. എത്ര പേർ സ്തോത്രം ചെയ്യുന്നു? അത് ഏത് വെള്ളമെന്നറിയാവോ? ജീവജല നദിയുടെ അരികെ നിൽക്കുന്ന വേര്. എനിക്ക് വളരെ ആഴമായി എന്നെ ധൈര്യപ്പെടുത്തുന്ന അതിപ്രധാനമായൊരു ചിന്തയാണ് പരിശുദ്ധാത്മാവിൽ ജീവിപ്പാൻ കഴിയുന്നൊരു ഭാഗ്യം. എത്ര പേർ സ്തോത്രം ചെയ്യുന്നു? ആമേ. യേശു ഒരിക്കൽ ആത്മാവിൽ രഞ്ജിച്ചിട്ട് പറഞ്ഞു, പിതാവേ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്താൻ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? എനിക്കറിയാം, ഇന്ന് രാവിലെ ഇതിനകത്തൊരു ദൈവിക തോടുണ്ട്. ദൈവിക നദി ഇതിനകത്തോടെ ഒഴുകുന്നുണ്ട്. ഒരു നദിയുണ്ട്, അത് അത്യുന്നതന്റെ തിരുനിവാസത്തെ സന്തോഷിപ്പിക്കുന്ന അതിന്റെ ശാഖകൾ പിരിയുകയാണ്. 4ആയി പിരിഞ്ഞിട്ട് ഒരു നദി, ഒരു ശാഖ, അത് കൂശ് ദേശത്തേക്ക് ഒഴുകി. ഇന്ന് പകൽ കറുത്തിരിക്കുന്ന ചില വിഷയങ്ങൾ ഇരുണ്ട ചില ഭൂഖണ്ഡങ്ങളിലേക്ക്, ഇരുണ്ട ചില വിഷയങ്ങളിലേക്ക് ഈ വേര് ഇറങ്ങി ചെല്ലുകയാണ്. എന്താ കാര്യമെന്നറിയാവോ? ഈ വേര് എവിടാ നിൽക്കുന്നറിയോ? അതൊരു നദിയുടെ കരയിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എത്ര പേർ സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ, ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാ പറഞ്ഞത് നീ ചത്തുപോകുമെന്ന്. പക്ഷെ നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എവിടാന്നറിയോ? നിന്റെ പേര് ദൈവത്തിന്റെ നദിയുടെ കരയിൽ എത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ നദിയുടെ കരയിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് രോഗോപശാന്തിയോടെ ഉദിക്കുന്ന തേജസ്സിന്റെ ഒരു ജലം നിനക്കായി ഒഴുകുകയാണ്. ഹല്ലേലൂയ. അധികാരമുള്ള നാമത്തിൽ ജയമെടുക്കുന്നു. ഒരു നദി, ഒരു നദിയുടെ കരയിൽ അതിന്റെ വേരെത്തുകയാണ്.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഗൗരവമായ ഒരു കാര്യമാണ്. വിശദീകരിക്കാൻ എനിക്ക് സമയം പോരാ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ വേര് വെള്ളത്തിൻ്റെ അരികെ വസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പോരാട്ടം വന്നേച്ച് വേരിനോട് പറഞ്ഞു, കുറെ കാലമായാലും ഇയാൾ ഇവിടെ തന്നെ തങ്ങിക്കിടക്കുമില്ലയോ? ആമേ, ഒന്നും മാറിക്കൂടായോ? ആമേൻ. ഈ വേര് പറഞ്ഞില്ല, ആകാശം മാറിയാലും ഭൂമി മാറിയാലും എന്നെ എല്ലാവരും കൈവിട്ടാലും ശരി, ഈ വേര് ഈ വെള്ളത്തിന്റെ അടുക്കുന്നത് മാറത്തില്ല. എത്ര പേരാമേൻ പറഞ്ഞു സ്തോത്രം ചെയ്യുന്നുണ്ട്? നിന്നെ മടക്കി വയ്ക്കുന്നത് വരെ വേറെ തുടരണം. എത്ര പേർ സ്തോത്രം ചെയ്യുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഒരു വലിയ പ്രവർത്തിക്കായി ദൈവം നിന്നെ ഒരുക്കുകയാണ്. ഈ വേര്, നീ ആ വെള്ളത്തിൽ നിന്ന് മാറരുത്. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേര് വിശ്വസിക്കുന്നു രാവിലെ കർത്താവിന്റെ പ്രതികൂലങ്ങളെ അതിജീവിച്ച് ഈ വെള്ളത്തിൽ നമുക്ക് പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ വെള്ളത്തിന്റെ കരയിൽ വേരിരിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ അതിനുണ്ട്. ആമേ, ഈ വെള്ളത്തിൽ പല പോരാട്ടങ്ങൾ വന്നേക്കാം. പക്ഷേ ഈ വേര് വെള്ളത്തിൽ നിന്ന് ഊർജം സമ്പാദിക്കുകയാണ്. വളരെ ഗൗരവമായ കാര്യമാണ്. മൂന്നാമത്തെ ദൈവിക വേരിനെ സംബന്ധിച്ച് യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യം. ഒരു നല്ല അമ്മയും പറയാവോ? പഴകിയ വേര്. എന്നെ ചെയ്ത വേരാ? പഴകിയ വേര്. സ്തോത്രം പറയാം. ഇന്ന് പഴയ ആളുകളെയൊന്നും ആർക്കും വേണ്ട. പഴകിയ വേര്. സ്തോത്രം പറയാം. ഒരു നല്ല അമ്മയും പറയാവോ? വേര് പഴകിയാലും ദൈവത്തിന്റെ വചനം വെള്ളത്തിന്റെ ഗന്ധമടിച്ചാൽ ആ വേര് പിന്നെയും ബലപ്പെടും. ആമേ, എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ഇനി എന്നെ കൊണ്ട് ആവില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നെ കൊണ്ട് സാധിപ്പിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത്, പഴകി എന്ന് പറഞ്ഞെടുത്ത് തളർപ്പ് വരുന്ന ഒരു ദൈവകൃപയുടെ വ്യാപാരം യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ദൈവാത്മാവി രാവിലെ ദൈവസഭയെ, ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനെ കർത്താവിനെ കാണിക്കുന്നത് ഒരു മനോഹരമായ ഒരു അടുപ്പ്, ശ്രേഷ്ഠമായ ഒരു അടുപ്പ് ഞാൻ ദൈവാത്മാവിൽ കണ്ടിട്ട്. എന്നാൽ അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഒരു ചില വിറകുകൾ അതിൽ തന്നെ ഇരിക്കുകയാ. ഒരു ചില വിറകുകൾ മാറാതെ ഇരിക്കുകയാ. എന്തിനാണെന്നറിയാമോ? ഇത് കത്തിക്കൊണ്ടിരിക്കാനാണ്. എന്നാൽ കാലപ്പഴക്കത്തിനിടയിൽ കത്തി ചില ചില വിറകുകൾ ഇതിങ്ങനെ അടുപ്പിന്റെ പുറത്തോട്ട് വന്ന് നിൽക്കുന്നത് കർത്താവ് കാണിക്കുന്നു. എന്നാൽ ഈ വചന ശുശ്രൂഷയ്ക്കകത്ത് ചെയ്യുന്ന ഏക കാര്യം ഈ വിറകുകളെ പിന്നെ തീയിലേക്ക് വലിച്ചടിപ്പിക്കുകയാണ്. ഈ വേരുകളെ, ഈ ദൈവകൃപയുള്ള ദൈവമേ, നിന്നെ അടുപ്പിക്കുന്ന ദൈവ സാന്നിധ്യം, അതാണ് ആമേൻ ഈ വേരിന്റെ സ്വഭാവം. പഴകിയ വേര്. പഴകിയ വേരുകളോട് പുതിയ വേര് പറഞ്ഞു, ബ്രദറെ ഇനിയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കുക, ഞങ്ങളൊന്ന് കയറിപ്പോട്ടെ. ആമേൻ. മറ്റുള്ളവർക്ക് വേണ്ടി വഴി മാറുമ്പോഴും ഈ വേര് പഴകിയത് തന്നെ. കഴുകനെ കണ്ടുണ്ടോ? കഴുകനെ ഈ കാക്കളല്ലേ എവിടെ കണ്ടാലും അതിനെ തകർക്കാൻ നോക്കും. ഒത്തിരി പോരാട്ടം. ഈ താഴോട്ട് ഇറങ്ങിയാൽ കഴുകൻ എന്താ വരും? പ്രശ്നം വരും. വരുന്ന എല്ലാം കാക്ക നിമിത്തമാണ്. കാക്കയുണ്ടോ കഴുകിന് പോരാട്ടമുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു കാക്കയും കൊത്തി ഒരു കഴുകനും ചത്തിട്ടില്ല. കാര്യം എന്നറിയോ? അതിൻ്റെ തലം വേറെയാ. കാക്കയ്ക്ക് എത്താൻ പറ്റാത്ത ഒരു തലം കഴുകനുണ്ട്. കഴുകൻ ഒരു പക്ഷിയുടെയും വഴി അടയ്ക്കത്തില്ല. കണ്ടോ? ഒരു കാക്കയുടെ വഴി അടച്ച ഇടം നിന്നെ ഒന്ന് ഈട്ടി കാണിച്ചാലേ ഞാൻ രക്ഷപ്പെടുകയുള്ളൂ. ഇന്ന് വരെ ഒരു കഴുകനും പറഞ്ഞിട്ടില്ല. എടാ, കാക്കയാന്നോ കുരുവിയാന്നോ പ്രാവാണോ പക്ഷി എന്തോ ആയിക്കോട്ടെ, എൻ്റെ തലം വേറെയാണ്. ഞാനൊരു ചിറകടിച്ചാൽ നിനക്കെത്താൻ പറ്റാത്ത മേഖലയിലെത്തോ. പഴകിയ വേരാണെങ്കിലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? പഴകിയ വേരാന്നേലും വെള്ളത്തിന്റെ ഗന്ധമടിച്ചാൽ അത് ബലപ്പെടും. പ്രൈസ് ഗോഡ്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അതിൻ്റെ 18-ാം വാക്യം കൂടെ വായിച്ച് ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കാം. റോമാലേഖനം 11-ന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ വായിക്കുന്നു. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോ? ദൈവിക വേരിന്റെ സ്വഭാവം വേറെ ഒരു വേരിന്റെ പാർട്ടിസിപ്പേഷൻ ഇല്ല. ഏതാ? ആ വേര് ഫലപ്രദമായ ഒരു വേരിനോട് ചേർത്ത് ഈ വേരിനെ ഒട്ടിച്ചു.
അത് ഏത് വേരാണ്? 18 വാക്യത്തിൽ കാണുന്നു, യേശു ക്രിസ്തു എന്ന ഫലപ്രദമായ വേരിനോട് ഞാനെന്ന എൻ്റെ ജീവിതത്തിലുള്ള വേരിനെ ചേർത്ത് ലിങ്ക് ചെയ്തു. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുക. എല്ലാ തലകളും വണങ്ങട്ടെ. ആരെയും ശ്രദ്ധിക്കണ്ട. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുന്നു, ദൈവമെടുക്കുന്നു, ദൈവമെടുക്കുന്നു. ഈ വേര് നിന്നെ ചുമക്കുന്ന വേരാണ്. ഈ വേരാരാന്നറിയാമോ? ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായവൻ, ആമേ, ദാവീദിന്റെ വേരായവൻ, ആമേ, അവനാണ് സാക്ഷാൽ വേര്. ആ വേരാണ് സാക്ഷാൽ വേര്. അവനാണ് സർവശക്തനായ ദൈവം. ആകാശം ചാഞ്ഞിറങ്ങി വന്നവൻ, ആമേ, ദൈവത്തിന്റെ മഹത്വം വേണ്ടെന്ന് പറഞ്ഞ് ഈ താണലോകത്ത് എന്നെ രക്ഷിക്കാൻ ഇറങ്ങി വന്ന വേര്, അതാണ് വിശുദ്ധ വേര്. അവനാണ് സാക്ഷാൽ വേര്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു. ഇന്ന് പകൽ ആ വേരിന്റെ പങ്കാളിയാകാനാണ് ദൈവം എന്നെ വിളിച്ചത്. സമർപ്പിക്കാം, സമർപ്പിക്കാം. മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അങ്ങനെ. ഞാൻ നിങ്ങളെ ആരെയും പ്രേരിപ്പിക്കുന്നില്ല, വേറൊരു ഇൻസ്പിറേഷൻ തരുന്നില്ല. ബലമുണ്ടെങ്കിൽ, ആരോഗ്യ ശരീരത്തിലുണ്ടെങ്കിൽ സ്തോത്രം ചെയ്ത് മുഴങ്കാൽ മടക്കിക്കുക. വേരിന്റെ പങ്കാളിയായി തീരാൻ എനിക്ക് ലഭിച്ച ഭാഗ്യമാണ് വലുതെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്നു. സ്തോത്രം ചെയ്തു. ഇന്ന് പകൽ ബന്ധനങ്ങൾ അറുക്കുകയാണ്. ദൈവ രോഗികളെ സൗഖ്യമാക്കുകയാണ്. അവന്റെ കരം ചലിക്കുകയാണ്. ഈ വേരിനെ തടയാൻ ആർക്കും പറ്റത്തില്ല. അത് ഏത് വേരാന്നറിയാവോ? സർവശക്തൻ എന്നാണ് അവന്റെ പേര്. അവന്റെ പേരാണ് ഉന്നതൻ. കുഞ്ഞുങ്ങൾ എല്ലാവരും സ്തോത്രം ചെയ്തു. പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ, പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ദൈവത്തിന്റെ കൈച്ചരുടെ തലമേലിരിക്കുന്നു. ആ വേരിന്റെ പങ്കാളിയാക, യേശുവിന്റെ സ്നേഹത്തിന്റെ പങ്കാളിയാക. എന്നെ നിർബന്ധിച്ചത് അവന്റെ സ്നേഹമാണ്. എന്നെ എത്തിച്ചത് അവന്റെ സ്നേഹമാണ്. എന്നെ കരുണ കാണിച്ചത് അവന്റെ സ്നേഹമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചു. ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നെങ്കിൽ ജയം പ്രാപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കർത്താവിന് രാവിലെ ഇടപെടുന്നത് ഒരു ജയം ഇവിടെ വ്യാപരിക്കുകയാണ്. ഒരു അഭിഷേകം ഇവിടെ ഇറങ്ങുകയാണ്. നിന്നെ തൊടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ വ്യാപാരം